അമ്മ പള്ളിയിലെ പാത്തിച്ചൻ പോവാനേ. സാരി പക്ഷെ ഇഷ്ടമല്ല. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. ഇന്നൊരു വെറൈറ്റിക്ക് ഞങ്ങള് ക്യാരറ്റ് ചവരി പായസം. അപ്പം അമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ക്യാരറ്റ് ചവരി പായസം കിടിലം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയോട് രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോയി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാം. ഇപ്പം 10 മണി ആകുന്നു. 10 മണിയാകുമ്പോൾ നമ്മൾ ഓട്ടോ വരാൻ പറഞ്ഞേക്കുന്നത്. അമ്മ പള്ളിയിലെ പാത്തിച്ചൻ പോവാനേ. സാരി പക്ഷെ ഇഷ്ടമല്ല. പള്ളി പോയില്ലയോ? സാരി കയറില്ലേ? അമ്മ സാരി എടുത്തു പോകുന്ന അവൾക്ക് ഇഷ്ടമല്ല അല്ലേ? ആ ഉടുത്ത് അവിടെ നിൽക്കുമ്പോഴേ താഴ്ഭാഗത്തെല്ലാം ചാടിക്കയറി. പക്ഷെ ഇന്നിപ്പോഴാ ദീർഘശ്വാസമൊക്കെ ഇടുന്നു. മോനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാ കേട്ടോ. പള്ളിയിലിപ്പോൾ തുടങ്ങി കാണത്തില്ല അമ്മ. 8 മണിയായപ്പോൾ ഓട്ടോ ഒന്നുമില്ല. ഓട്ടോ നമ്മൾ 10 മണിക്കാണ് പറഞ്ഞേക്കുന്നത്. അതല്ല, ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഈ സമയമാകുമ്പോഴാണ് പോകുന്നത്. 2 മണി വരെ ഉണ്ടല്ലേ. കഞ്ഞി കുടിച്ച് വീട്ടിൽ വരുമ്പോൾ എന്താണേലും 2 ആകും. പള്ളിയിൽ ചെന്നിട്ട് നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന്. പറ്റുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടാ, നമ്മുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ പായസം വെക്കണം അല്ലേ അമ്മേ? വന്നു കഴിഞ്ഞൊരു പായസം വെക്കണം. അപ്പോൾ അതും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മളിവിടെ 2 ഇടത്തായിട്ട് കിളികൾ, കാക്ക, അണ്ണാന് ഒക്കെ ഇതുവഴി ഒത്തിരി ഉണ്ടല്ലോ. കരിയിലക്കിളിയൊക്കെ ഒത്തിരി ഉണ്ട്. അതുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതേണ്ട ഒരു പാത്രത്തിൽ ഇരിക്കുന്നു. പിന്നെ ദോണ്ട ആ പൈപ്പിൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുടിക്കും. പിങ്കി കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളം കളയല്ലേ, അത് കിളികൾക്ക് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അവൾ നോക്കിയിട്ടേ ഇല്ല. കുടിക്കില്ലേന്നും പറഞ്ഞു. അതുകൊണ്ട് അവൾ അത് ചെയ്തിട്ടില്ല ഇതുവരെ. പിങ്കി കുഞ്ഞിനൊക്കെ പറഞ്ഞാൽ അറിയാം. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു പൊന്നെ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഷൂ, കണ്ണ് തുളുമ്പുന്നല്ലോ. ഭയങ്കര സങ്കടമാണോ? അങ്ങനാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്നും നമ്മളിങ്ങനെയല്ലേ ഓട്ടോ വിളിച്ചിട്ട് നടക്കും. എന്തോ വെയിലമ്മേ, രാവിലെ വെയില. ഏയത്തെ കാടെല്ലാം അടിച്ചു. റോഡാണ് ഇച്ചിരി ദൂരേ ഉള്ളോ? വീട് കാണുന്നിടത്ത് റോഡ് വരുന്നെന്ന് തോന്നുന്നു ഓട്ടോ അല്ലേ? ഓട്ടോ വരുന്നു. അപ്പം ഇനി ഞങ്ങൾ ഓട്ടോയിൽ കയറി പോകട്ടെ. അമ്മ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ പള്ളിയിലൊക്കെ പോയി കഞ്ഞിയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്കാണേലും ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, എന്ത് പായസമാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്
ക്യാരറ്റ് ചവ്വരി പായസം. അപ്പം ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ചെറുതായിട്ടല്ല ഗ്രേറ്റ് ചെയ്തത്, ഇച്ചിരി കട്ടിക്കാണ് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് എടുത്തേക്കുന്നത്. അപ്പം നമ്മളിവിടെ ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ 1 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത്, നെയ്ക്കകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയോടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് കളറൊക്കെ മാറി വന്നപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് കൂടി ഇനി ഈ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. ഇന്നൊരു വെറൈറ്റിക്ക് ഞങ്ങൾ ക്യാരറ്റ് ചവ്വരി പായസം ആക്കും. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പായസം ഇത്. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് നമ്മൾ നെയ്ക്കകത്തിട്ട് വഴറ്റി അത് നമ്മൾ അടപ്പേന്ന് മാറ്റിയിട്ടുണ്ട്. വേറെ ഒരു പാത്രം വെച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് നന്നായിട്ട് കാച്ചിയെടുക്കണം. 1 ലിറ്റർ പാലാണ് നമ്മളിവിടെ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പാല് നന്നായിട്ട് തിളച്ച് വരണം. ചവ്വരി നല്ലതായിട്ട് കൂടുമ്പോൾ കണ്ടോ ഇതുപോലെ ആകണം. ഇപ്പോൾ പാലിവിടെ നമ്മൾ ഇളക്കി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചവ്വരി വെന്ത് വരണം. ചവ്വരി വെന്ത് കണ്ടോ, വെള്ള കളറായേ, ഒട്ടി പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തു. കണ്ടോ. ഇങ്ങനെ ആദ്യമേ കുതിർത്ത് വെക്കണം. അപ്പോൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചാലും മതി. നമ്മളിവിടെ പക്ഷേ 1 മണിക്കൂർ ഇട്ടായിരുന്നു വെള്ളത്തിൽ. മധുരം നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്, പഞ്ചസാരയല്ല. അപ്പോൾ ഇനിയും നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാലിൻ്റെ അകത്ത് കിടന്ന ക്യാരറ്റ് നമുക്ക് വേകാനുള്ള വെന്ത് കിട്ടും. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ക്യാരറ്റ് കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് പായസം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം. അപ്പോൾ പായസം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നെയ്ക്കകത്ത് വറുത്ത് ആ പാനിൽ തന്നെ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുകി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തിളച്ച പാലിൻ്റെ അകത്തോട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ശർക്കര പാനി ഒഴിക്കത്തില്ല. അങ്ങനെ ഒഴിക്കുവാണെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പം ശർക്കര പാനി ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഏലക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഏലക്കയുടെ ഫ്ലേവർ പായസത്തിലാകും. ഇപ്പം ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ പായസത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ശർക്കരയോട് ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര അപ്പോൾ ഒഴിക്കുമ്പോൾ ചൂടോടുകൂടി ഒഴിക്കില്ല, ചെറുതായിട്ട് ചൂട് മാറിയിട്ടേ ഒഴിക്കാവൂ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ മധുരത്തിന് വേണ്ടി ചേർക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ചവ്വരി പായസം റെഡി. പായസം നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അമ്മ തന്നെ പറയട്ടെ പായസം എങ്ങനെയുണ്ടെന്ന്. ആദ്യം ഇഷ്ടപ്പെട്ട സൂപ്പർ പായസം ഉണ്ടാക്കി നോക്കണ്ടി തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അധികം മധുരമില്ല, നെയ്യുടെ രുചി, ക്യാരറ്റ് എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ക്യാരറ്റ് ചവ്വരി പായസം കിടില. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.